ഒരു കലോത്സവമാകുമ്പോൾ ഇവിടെ എത്തുന്ന ആയിരക്കണക്കിന് ആളുകളാണ് ദിനം പ്രതി വരുന്നത്. ഇവിടെ എത്തുമ്പോൾ അതായത് ഇത്രയും ആളുകൾ എത്തുമ്പോൾ തീർച്ചയായും മാലിന്യം ഉണ്ടാവും. പക്ഷെ ഈ കലോത്സവ നഗരിയെ നിലമ്പൂർ ഉപജില്ല കലോത്സവ നഗരിയെ തീർത്തും ഹരിത ചട്ടം പാലിച്ചുകൊണ്ട്, ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട്, ഇവിടെ മാലിന്യങ്ങളൊന്നുമില്ലാതെ തന്നെ ഭൂമിയുടെ സംരക്ഷണം, അത് ഈ കലോത്സവത്തിന് ശേഷം ഭൂമി നശിച്ചു പോകരുത്, അല്ലെങ്കിൽ അതിനൊരു കേടുപാടുകൾ സംഭവിക്കരുത്, എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ഇത്രയും ആളുകൾ വന്നു പോയാലും അതുപോലെ തന്നെ ഭൂമിയുടെ തനിമ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റിയാണ് ഗ്രീൻ പ്രോട്ടോകോൾ. എന്റെ പിന്നിലുള്ളതും ഈ ഗ്രീൻ പ്രോട്ടോകോൾ പ്രവർത്തകരാണ്, കമ്മിറ്റി അധികൃതരാണ്. ഇവിടെ ഇത്രയും ആളുകൾ വരുന്നു, ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ വരുന്നു. ഏകദേശം ഒരു 15,000 മുകളിൽ ആളുകളൊക്കെ ഉണ്ടാവും ഈ ഒരു 5 ദിവസം ഇവിടെ വരുന്നത്. അപ്പോ എന്തൊക്കെ ഇവിടെ മാലിന്യങ്ങൾ വരുന്നുണ്ടാവും, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വരുന്നുണ്ടാവും, അതൊക്കെ സംസ്കരിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിൽ ഗ്രീൻ പ്രോട്ടോകോൾ നടപടികളൊക്കെ ഉണ്ട്. നമ്മുടെ നിലമ്പൂർ ഉപജില്ലാ കലോത്സവം മാത്രമല്ല, സംസ്ഥാനത്തൊട്ടാകെ കലോത്സവങ്ങളായാലും കായികോത്സവങ്ങളായാലും ഗ്രീൻ പ്രോട്ടോകോൾ ചട്ടം പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. അത് ഒരു ഗവൺമെന്റ് പോളിസിയാണ്. ആ പോളിസിയുടെ ഭാഗമായിട്ട് ഗ്രീൻ പ്രോട്ടോകോൾ ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത് നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ എന്ന സംഘടന കൂടിയാണ്. ഇവിടെ ധാരാളം നമുക്ക് 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു മേളയാണ്. സ്വാഭാവികമായിട്ടും ആ മാലിന്യങ്ങൾ ഉണ്ടാവും. അത് കൃത്യമായ രീതിയിൽ സംസ്കരിക്കുന്നതിനും കൃത്യമായ രീതിയിൽ അത് വേണ്ടപ്പെട്ടവരുടെ എത്തിക്കുന്നതിനും അവരുടെ നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. ആ ജോലി ചെയ്യുന്നതിന് വേണ്ടി കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ നമ്മുടെ ജനറൽ കൺവീനർ, ഇവിടുത്തെ പ്രിൻസിപ്പൽ, അതുപോലെ ഇവിടുത്തെ മറ്റ് അധ്യാപകര്, ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന കൺവീനർമാര്, അവരുടെ ഒക്കെ സഹായത്തോടു കൂടിയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അതിൽ കമ്മിറ്റി പ്രധാനമായിട്ടും ഏറ്റെടുത്ത് ചെയ്തൊരു പ്രവർത്തനം എന്ന് പറയുന്നത് ജൈവ മാലിന്യ കൊട്ടകൾ നിർമ്മിക്കുക എന്നുള്ള. ഒരു തരത്തിലും നമ്മളൊരു പ്ലാസ്റ്റിക്കോ മറ്റോ ഉപയോഗിക്കാതെ ജൈവ മാലിന്യ കൊട്ടകളായി തെങ്ങിൻ ഓല ഉപയോഗിച്ചാണ് നമ്മൾ ആ മാലിന്യക്കൊട്ട നിർമ്മിച്ചിട്ടുള്ളത്. അത് തന്നെ ഒരു മാതൃക എല്ലാവർക്കും സ്വീകരിക്കാവുന്ന രീതിയിലാണ് ആ കൊട്ടകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, എല്ലാ ദിവസവും ഹരിതകർമ്മസേനയുടെ സഹായത്തോടും പഞ്ചായത്തിന്റെ സഹായത്തോടും ഹരിതകർമ്മസേനയുടെ സേവനം കൊണ്ടുകൂടിയാണ് നമ്മൾ എല്ലാ ദിവസവും രാവിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത്. ആയതുകൊണ്ട് തന്നെ പക്ഷെ എങ്കിൽ പോലും നമുക്ക് എല്ലാ ദിവസവും അടുത്ത ദിവസവും നമുക്ക് അത്ര തന്നെ തോതിൽ മാലിന്യങ്ങൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം അത്രമാത്രം പാർട്ടിസിപ്പൻസ്, അത്രമാത്രം ആളുകൾ, എക്സ്പോർട്ടിംഗ് ടീച്ചേഴ്സ്, കാണികളായുള്ള ആളുകളൊക്കെ വരുന്നുണ്ട്. അതിനെ നല്ല രീതിയിൽ ഏറ്റെടുത്ത് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് റിവ്യൂ മീറ്റിങ്ങുകളിലും മറ്റുമൊക്കെ നമുക്ക് കിട്ടിയ അഭിപ്രായം. ആ അർത്ഥത്തിൽ നല്ല വിജയകരമായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കമ്മിറ്റി വിലയിരുത്തുന്നത്. ഇപ്പോ ഇവിടെ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, അവരും ഇതുപോലെ ഇങ്ങനെ മറ്റു പാക്കറ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട്. കാരണം അപ്പൊ അവരോടൊക്കെ എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ നേരത്തെ നൽകിയിരുന്നു. ഇത് നമ്മള് മേള തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ നേരിട്ട് ഞങ്ങൾ ടീമായിട്ട്, അത് ഹെൽത്ത് സർവീസിന്റെ കൂടെ അംഗങ്ങളുടെ സഹായത്തോടു കൂടി ഞങ്ങൾ എല്ലാവരെയും കാണുക, അവരെ സമീപിച്ചിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ കടക്കാരും തന്നെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനായിട്ടുള്ള കുട്ടകളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും വൈകുന്നേരം അന്നുണ്ടാവുന്ന മാലിന്യങ്ങൾ അവരുടെ റിസ്കിൽ തന്നെയാണ് മാറ്റുന്നത് അല്ലെങ്കിൽ സംസ്കരിക്കുന്നത്. ആ രീതിയിൽ അത്തരത്തിലുള്ള മാലിന്യങ്ങളൊന്നും തന്നെ നമ്മുടെ പരിസരത്ത്, നമ്മുടെ ഈ കോമ്പൗണ്ടിൽ ഇല്ല എന്ന് ഓരോ ദിവസവും ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറെ വർഷങ്ങളായിട്ട് ഗ്രീൻ പ്രോട്ടോകോൾ കയറുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പോ ഓരോ വർഷം കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാവുകയാണ്. തീർച്ചയായിട്ടും ഒരു 5-6 വർഷം മുമ്പ് ഇതുപോലെ മേളകൾ നടക്കുമ്പോൾ മാലിന്യ കൂമ്പാരങ്ങൾ കണ്ടിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു ഗ്രീൻ പ്രോട്ടോകോൾ ഏറ്റെടുക്കുകയും അത് വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സ്കൂളുകളിലടക്കം കുട്ടികൾക്ക് ഈ ഒരു കാര്യത്തിൽ ബോധവൽക്കരണം നടത്തി തുടങ്ങിയിട്ടുണ്ട്. അത് ഈ ഒരു കലോത്സവ നഗരിയിൽ കാണാൻ ഇപ്പോൾ ആദ്യത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വെച്ച് നോക്കുമ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ കുട്ടികളെ അത്തരത്തിലൊരു ബോധേടായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ പ്രധാന ലക്ഷ്യം ഇത് തന്നെയാണ്. മാലിന്യ സംസ്കരണത്തോടൊപ്പം തന്നെ കുട്ടികളിൽ, വളർന്നു വരുന്ന തലമുറയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതെന്തായാലും കുട്ടികളിലേക്ക് നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നമ്മുടെ ഓരോ വർഷം കഴിയും തോറും നമ്മുടെ മേളയിൽ മാറ്റം വന്നിട്ടുണ്ട്. അത് തന്നെ നമ്മുടെ കുട്ടികളിലെ മനോഭാവത്തിലും മാറ്റം വന്നതായിട്ട് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ടീച്ചറെ, അതെ, എല്ലാ നിർദ്ദേശങ്ങളും ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിന് മുന്നേ തന്നെ, പരിപാടി തുടങ്ങുന്നതിന് മുന്നേ തന്നെ. അതെ 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 ജനങ്ങൾക്ക് ഇതിന്റെ ബോധവൽക്കരണം ഞങ്ങൾ നടത്തിയാണ്. അതേപോലെ കടകളിലും ഞങ്ങൾ ഇതിന് മുന്നേ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ്. ഞങ്ങള് സാറ് പറഞ്ഞതുപോലെ തന്നെ NTU ഏറ്റെടുത്ത ഈ ഞങ്ങളുടെ ഗ്രീൻ പ്രോട്ടോകോൾ എന്നുള്ള ഈ ആശയം ഞങ്ങൾ 5-ാം ദിവസം വളരെ വിജയകരമായിട്ട് തന്നെയാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. അതെ, ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ മാലിന്യം സമൂഹത്തിന്റെയോ മറ്റുള്ളവരുടെ ബാധ്യതയല്ല എന്ന
എന്റെ ഉത്തരവാദിത്തമാണെന്നുള്ള കൃത്യമായ ഒരു സന്ദേശം തന്നെയാണ് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി തുടങ്ങിയ അന്ന് തൊട്ട് NGO-യും അതോടൊപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട സംഘടനകളും നൽകുന്നത്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ മാലിന്യം, അത് അജൈവ മാലിന്യങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഉപയോഗിക്കാതിരിക്കണം. അത് പുതിയ തലമുറയ്ക്കും വരും കാലത്തിനും നൽകുന്ന ഒരു സന്ദേശമാണ്. അപ്പോൾ നമ്മൾ നമ്മളുടെ ഭൂമിയെ അതിന് തനത് രീതിയിൽ തന്നെ സൂക്ഷിക്കാനുള്ള ഒരു മുൻകരുതൽ കൂടിയാണ്. അപ്പോ എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്നുള്ള വലിയ മഹത്തായ സന്ദേശം പൊതുജനങ്ങളിലേക്കും അവരുടെ ജീവിത ഭാഗമാക്കി മാറ്റുക എന്നുള്ള ഒരു സന്ദേശം കൂടി ഇവർ നൽകുന്നുണ്ട്. ഏതായാലും കലോത്സവ നഗരി മികച്ച രീതിയിൽ തന്നെ മാലിന്യ സംസ്കരണ രീതിയൊക്കെ പാലിച്ച് കൊണ്ടാണ് കഴിഞ്ഞ 4 ദിവസമായി, ഇന്ന് സമാപന ദിവസമായ 5-ാം തീയതി അവസാന നിമിഷം എത്തുമ്പോഴും ഇത്രയും ആളുകൾ വരുമ്പോൾ വന്ന ഒരു കലോത്സവ നഗരിയിൽ വളരെ ക്ലീൻ ആയിട്ടാണ് പലയിടങ്ങളും കാണാൻ കഴിയുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങളിൽ നിന്ന് മത്സരം തീർന്നതോടുകൂടി ശുചീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇവിടുന്ന് ഇവരെ പുറത്തു പോവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വരും വർഷങ്ങളിലെല്ലാം ഈ ഒരു വലിയ ഉദ്യമം ഏറ്റെടുക്കാൻ ഈ ഒരു അധ്യാപക സംഘടനക്ക് കഴിയട്ടെ. അതുപോലെ തന്നെ ഈ ഒരു ഉദ്യമം മികച്ച രീതിയിൽ അവസാനിപ്പിക്കാൻ ഇവർക്ക് കഴിയട്ടെ. ഓരോ കലോത്സവ മത്സരം തീരുമ്പോഴും ആ ഒരു ഉദ്യമം മികച്ച രീതിയിൽ തന്നെ അവസാനിപ്പിക്കാൻ ഇവർക്ക് കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. ക്യാമറ പേഴ്സൺ വിനീഷ് കണ്ണനോടൊപ്പം മുഹമ്മദ് മൻസൂർ.